സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ചും തലമുണ്ടനം ചെയ്തും പ്രതിഷേധം കടുപ്പിച്ച ആശാ വർക്കേഴ്സ്. രാപകൽ സമരത്തിന്റെ 50-ാം നാളിലാണ് മുടിമുറിച്ചുള്ള പ്രതിഷേധം. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ആശമാർക്ക് പിന്തുണയുമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. സമരത്തിന്റെ 50-ാം ദിനം സമരപന്തലിൽ വൈകാരികത നിറഞ്ഞു നിന്നു. മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിന് തയ്യാറായി 100-ലധികം ആശമാർ. ചിലർ തലമുണ്ടനം ചെയ്തു. മുറിച്ച മുടിയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം. പിന്നീട് മാലയായി കോർത്ത് സമരപന്തലിന് മുന്നിൽ തൂക്കി. സമരത്തിന് പിന്തുണയുമായി വൈദികരും സമരവേദിയിലെത്തി. BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും സമരപന്തലിലെത്തി. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി വിവിധ ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്നാണ് ആശമാരുടെ നിലപാട്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തെ സമരപ്പന്തലിൽ നിന്ന്. അജീഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ആശമാർ കടന്നിരിക്കുന്നു. അതിൻ്റെ ഒരു 3-ാം ഘട്ടം എന്ന നിലയിൽ മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആശമാർ. വളരെ വൈകാരികമായ രംഗങ്ങളും ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കണ്ടു. എന്താണ് വിശദാംശങ്ങൾ? അപ്പോഴും സമരം 3-ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലും സമരത്തോട് അനുകൂലമായി പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതും അവിടെ നിൽക്കുകയാണ്. വിവരങ്ങൾ എന്താണ് അജീഷ് ജയകുമാർ? ശ്രീജിത്ത്, അടുത്ത കാലത്ത് ഈ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും ശക്തമായ ഒരു സമരമായിരുന്നു ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ രാവിലെ നമ്മൾ കണ്ടത്. രാവിലെ 11 മണിയോടെയായിരുന്നു ജില്ലയിലെ പല ഭാഗത്ത് നിന്ന് ഒത്തുകൂടിയ ആശമാർ ഇവിടെ സമരത്തിന് എത്തിയത്. ഇവർ രാവിലെ മുദ്രാവാക്യം വിളിച്ച് 11 മണിയോടുകൂടി ആദ്യം മുടിയഴിച്ച് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ ഒരു പ്രകടനം നടത്തി. അതിനുശേഷമാണ് സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ മുടി മുറിച്ച് തലമുണ്ടനം ചെയ്തും സമരം നടത്തിയത്. ആ സമയത്തൊക്കെ വൈകാരികമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഈ മുറിച്ച മുടിയുമായി ഇവർ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ പ്രകടനം നടത്തി. ആ മുറിച്ച മുടി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സമരപ്പന്തലിന് മുന്നിൽ ഒരു മാല കോർത്ത് അവർ തൂക്കിയിട്ടിരിക്കുകയാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം, 50 ദിവസം സമരം ചെയ്തിട്ടും 12 ദിവസം പട്ടിണി സമരം കിടന്നിട്ടും സർക്കാർ ഇതുവരയ്ക്കും അനുഭാവപൂർവമായ ഒരു പ്രതികരണം നടത്തിയില്ല. ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും അടക്കം 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും അവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് റംസാനാണ്, വിശേഷപ്പെട്ട ദിവസമാണ്. ആ ദിവസത്തിൽ ഇവർ ശക്തമായ സമരത്തിന് ഇറങ്ങിയതും ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം തങ്ങൾ അബലകളല്ല, തങ്ങളുടെ സമരം വെറും കുറച്ച് പേരുടെ സമരം മാത്രമല്ല, ഈ 25,000 വരുന്ന ആശമാർക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടമാണ്. അതിൻ്റെ സൂചന കൂടിയായിരുന്നു ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത്. അതിശക്തമായിട്ടുള്ള സമരം കൂടിയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നത്. ഇന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. K. സുരേന്ദ്രനും യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ എസ് നായർ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. വീണ മുടി മുറിക്കുകയും ചെയ്തു ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. ചില വൈദികരും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുടി മുറിച്ച് ഈ സമരത്തിൽ പങ്കുചേർന്നു. എന്തായാലും ഈ സമരം 50 ദിവസം പിന്നിട്ടു. നിരാഹാര സമരം 12 ദിവസമാകുന്നു. ഈ സമരം ഇനിയും തുടരുക തന്നെ ചെയ്യും. ശ്രീജിത്ത്. ശരി, അജീഷ് ജയകുമാർ സമരവേദിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രാപകൽ സമരം 50 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഇന്ന് മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് ആശമാർ കടന്നത്.